നമസ്കാരം. ജെയിംസ് വെബ് ടെലസ്കോപ്പ് റീസെൻ്റ് ആയിട്ട് കണ്ടെത്തിയ പല കണ്ടെത്തലുകളും ബിഗ് ബാങ് തിയറി തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായിരിക്കുന്ന ഒരു തിയറിയാണ്. ലോകത്തുള്ള നിരവധിയായിരിക്കുന്ന ശാസ്ത്രകാരന്മാർ, പ്രത്യേകിച്ച് ഏത്തിസ്റ്റുകളായിട്ടുള്ള ശാസ്ത്രകാരന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ഈ ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തർക്കങ്ങളുണ്ട്. കാരണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന തരത്തിലുള്ള തർക്കങ്ങളുണ്ട്. ഈ തർക്കങ്ങൾ കൂടുതലായി നടക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ നിരീശ്വരന്മാരും തമ്മിലാണ്. ഈ ബിഗ് ബാങ് തിയറിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1927 ജോർജസ് ലെമിത്തിയർ എന്ന് പറയുന്ന ബെൽജിയം പ്രീസ്റ്റ് ആയിട്ടുള്ള ഒരു കാത്തോലിക് പ്രീസ്റ്റാണ് ഈ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഈ ഒരു തിയറി മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിന് മുൻപ് വരെ പ്രബലമായിട്ടുണ്ടായിരുന്ന ഒരു തിയറിയാണ് അരിസ്റ്റോട്ടിയൻ തിയറി എന്ന് പറയുന്നത്. അതായത് പ്രപഞ്ചത്തിന് ഒരു ഉൽപ്പത്തിയില്ല, പ്രപഞ്ചം എല്ലാ കാലം സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു തിയറിയാണ് അരിസ്റ്റോട്ടിയൻ തിയറി എന്ന് പറയുന്നത്. അത് വിശ്വസിച്ച് പോന്നിരുന്ന അനേക ശാസ്ത്രകാരന്മാരുണ്ടായിരുന്നു. പ്രപഞ്ചത്തിന് ഒരു ഉത്ഭവം ഉണ്ടെന്ന് ശാസ്ത്രകാരന്മാരോട് പറഞ്ഞ തിയറിയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. പ്രപഞ്ചവും ഭൂമിയും ഉൾപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ക്രിസ്ത്യാനിറ്റിയിൽ പറയുമ്പോൾ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു എന്നാ പറയുന്നത്. 13.8 ബില്യൺ ഇയേഴ്സ് അഗോയാണ് ഈ ബിഗ് ബാങ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കോടാനുകോടി വർഷത്തെ വികസനത്തിൻ്റെ ഫലമായിട്ട്, വികാസത്തിൻ്റെ ഫലമായിട്ടാണ് പ്രപഞ്ചത്തിലെ ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന പല പ്രമാണങ്ങളും വിശ്വാസികൾ അത് തിരുത്തേണ്ടതായിട്ട് വരുമെന്നുള്ള ചലഞ്ച് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബാങ് തിയറി യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് സമ്പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു തിയറിയാണോ എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും 100% ബിഗ് ബാങ് തിയറി ശരിയെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് ഒരുപാട് തിയറികൾ, വേറെയും പല തിയറികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു തിയറിയാണ് സ്ട്രിംഗ് തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെയും തിയറികളുണ്ട്. അതിൽപ്പെട്ട ഒരു തിയറിയാണ് ഏത്, ഈ ബിഗ് ബാങ് തിയറി. എന്നാൽ മറ്റ് പല തിയറികൾക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ബിഗ് ബാങ് തിയറിക്ക് കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതിൻ്റെ ഒരു കാര്യമുണ്ട്. ഇതിനെ ബാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഹബിളിൻ്റെ കണ്ടെത്തലുകളും അദ്ദേഹത്തിൻ്റെ ടെലസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചത്തിലെ ഗാലക്സികൾ എന്ന് പറഞ്ഞാൽ അകന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് ഗാലക്സികൾ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോഴേക്കും അതിൻ്റെ ലൈറ്റ് റെഡ് ഷിഫ്റ്റ് ആയിട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുമ്പോഴത് ബ്ലൂ ആകുന്നു. ഇത് പ്രപഞ്ച വികാസത്തിൻ്റെ തെളിവായിട്ട് വരികയും അത് പ്രപഞ്ചം അങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഇതിങ്ങനെ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിന് ഒരു പ്രത്യേക പോയിന്റിൽ ഈ പ്രപഞ്ചത്തിലെ ഗാലക്സികളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന ഒരു സമയം ഉണ്ടാകണ്ടേ എന്നുള്ളൊരു ചിന്ത അവിടെ വരികയാണ്. ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നുവെങ്കിൽ ആ പോയിന്റിൽ നിന്നാകണ്ടേ ഈ പ്രപഞ്ചം വികസിച്ച് തുടങ്ങിയത് എന്ന് ചിന്തിക്കാനായിട്ട് ശാസ്ത്രകാരന്മാർ നിർബന്ധിതരായി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ഒരുമിച്ചിരുന്ന അവസ്ഥയാണ് ഇവർ സിംഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു സിംഗിൾ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂപ്പർ ആറ്റം എന്നൊക്കെ പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ മാറ്ററും ഒരുമിച്ചിരുന്ന ആ ഒരു പോയിന്റിനെയാണ് ഇവർ പറയുന്നത് ആ സിംഗുലാരിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, സിംഗിൾ പോയിന്റ് അല്ലെങ്കിൽ സൂപ്പർ ആറ്റം എന്ന് പറയുന്നത്. അതിന് പെട്ടെന്ന് ഒരു എനർജി പ്രവഹിക്കുകയും ആ എനർജിയുടെ ഫലമായിട്ട് ഈ പ്രപഞ്ചം വികസിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രപഞ്ചോൽപത്തിയുമായി ബന്ധപ്പെട്ട് ബിഗ് ബാങ് മുന്നോട്ട് വെക്കുന്നതായിരിക്കുന്ന തത്വം എന്ന് പറയുന്നത്. ഇതിനെ വിശ്വസിക്കുന്നതായിരിക്കുന്ന, ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കുന്ന അനേക ശാസ്ത്രകാരന്മാരുണ്ട്. 100% ഈ ബിഗ് ബാങ് തിയറിയാണ് ശരിയെന്ന് പറയാൻ പറ്റുന്നതായതുകൊണ്ടല്ല ബിഗ് ബാങ് തിയറി എടുത്തിരിക്കുന്നു എന്നുള്ളത്. ആദ്യം വിചാരിച്ചിരുന്നത് പ്രപഞ്ചത്തിലെ എല്ലായിടവും ഒരേ നിലയിലാണ് ഈ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ ദിശകളിലേക്കും ഒരേ നിലയിൽ വികാസം സംഭവിക്കുന്നു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് മനസ്സിലായി പ്രപഞ്ചത്തിലെ പല ദിശകളിലും എന്തുണ്ട്, ആ വികാസത്തിന് വേരിയേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള പല ചലഞ്ചസും ഇതിൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ ചിലർ ഇത് ആശ്വാസമായി കണ്ടുകൊണ്ട് പ്രപഞ്ചത്തിനൊരു ആരംഭം ഉണ്ടെങ്കിൽ ആ ആരംഭം കൊണ്ടുവന്നത് ദൈവമാണ്, ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആരംഭം എന്ന് വിശ്വസിച്ച് ആശ്വസിച്ചിരുന്ന ആൾക്കാരും ഉണ്ട് എന്ന് കാണാൻ കഴിയും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ബിഗ് ബാങ്ങിനെ അംഗീകരിക്കുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. കാരണം അവരുടെ കൺമുൻപിൽ ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു ഫൂളിഷ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 13.8 ബില്യൺ ഇയേഴ്സ് അഗോ ഒരു ബിഗ് ബാങ് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചം വികസിച്ച് ഈ നിലയിൽ മനോഹരമായിരിക്കുന്ന ഗാലക്സികളും മനോഹരമായിരിക്കുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും കൂടിച്ചേർന്ന എന്താ പറയുക, മഹത്തായ പ്രപഞ്ചം രൂപപ്പെട്ടു എന്ന് പറയാൻ, അത് വിശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനേക്കാൾ യുക്തിയും അതിനേക്കാൾ സത്യവുമായിരിക്കുന്ന കാര്യം ഒരു ദൈവം അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഇതിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണെന്ന്
പലരും വിശ്വസിച്ചു, അല്ലെങ്കിൽ പലർക്കും തോന്നി എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് നമ്മൾ ബിഗ് ബാങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധേയമാകുന്ന വിഷയമാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഏറ്റവും ആധുനികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ടെലസ്കോപ്പാണ്. ആ ടെലസ്കോപ്പിലൂടെ നമുക്ക് ദൂരപ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഡീപ്പ് സ്പേസിനെ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഗാലക്സികളെ കാണാനായിട്ട് സാധിക്കും, അവയുടെ ചിത്രങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുത്ത പല ചിത്രങ്ങളും ഈ ബിഗ് ബാങ് തിയറിയുടെ അടിസ്ഥാനങ്ങൾ ഇളക്കുന്നതാണെന്നുള്ളതാണ്. അതായത് 13.8 ബില്യൺ ഇയേഴ്സ് ഇതാണ് പ്രപഞ്ചത്തിന്റെ ബിഗ് ബാങ് ആരംഭിച്ച സമയം എന്ന് പറഞ്ഞാൽ ബിഗ് ബാങ് സംഭവിച്ചത് അപ്പോഴാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പ്രപഞ്ചത്തിന് പഴക്കമുണ്ട്. പ്രപഞ്ചത്തേക്കാൾ പഴക്കമുള്ള ഗാലക്സികളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ബിഗ് ബാങ് പ്രകാരം ഈ ബിഗ് ബാങ്ങിന് ശേഷം രൂപപ്പെട്ട, അതായത് ബിഗ് ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ടതായിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഗാലക്സികൾക്ക് എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ട ഗാലക്സികൾ മെച്ചൂർ അല്ലാത്ത ഗാലക്സികളാണെന്നുള്ളതാണ്. അതായത് ചെറിയ ഗാലക്സികളാണ്, താരതമ്യേന ചെറിയ ഗാലക്സികളും മെച്ചൂർ അല്ലാത്തമായിട്ടുള്ള ഗാലക്സികളാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിലൂടെ നിരീക്ഷിച്ചതിലൂടെ നമുക്ക് എടുത്ത ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഈ ബിഗ് ബാങ് സംഭവിച്ചതിന് ശേഷം ഏതാണ്ട് അടുത്ത കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഗാലക്സികൾ എന്ന് പറയുന്നത് ഏതാണ്ട് 6 ജയന്റ് ആയിട്ടുള്ള ഗാലക്സികളുടെ ചിത്രമാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് എടുത്തത്. ജയന്റ് ആയിട്ടുള്ള ഗാലക്സികൾ, ഭീമൻ ഗാലക്സികളുടെ ചിത്രമാണ് ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പ്. ആ ഗാലക്സികളുടെ ചിത്രം ശാസ്ത്രകാരന്മാരെ മുഴുവൻ ചിന്തിപ്പിക്കാനായിട്ട് ഇടവന്നു, അല്ലെങ്കിൽ അവർക്ക് നന്നേ വരെ ഗാലക്സികളെ കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന കോൺസെപ്റ്റ് തിരുത്തേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ ആ മോഡൽ തിരുത്തേണ്ടതായിട്ടിരിക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഈ ബിഗ് ബാങ്ങിന് ശേഷം ഏതാണ്ട് അടുത്ത കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഈ ഗാലക്സികൾ എന്ന് പറഞ്ഞാൽ മിൽക്കി വേയേക്കാൾ 2-3 മടങ്ങ് വലുപ്പമുള്ള ഗാലക്സികൾ, അല്ലെങ്കിൽ ജയന്റ് ഗാലക്സികളാണ്. ബിഗ് ബാങ്ങിന്റെ കോൺസെപ്റ്റ് പ്രകാരം, ആ മോഡൽ പ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല, ഈ ബിഗ് ബാങ്ങിന് ശേഷം അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഗാലക്സികൾ മെച്ചൂർ ഗാലക്സികളാകാൻ, ഇത്ര മെച്ചൂർ ഗാലക്സികളാകാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ത് ചെയ്തത്, പൊളിച്ചെഴുതിയത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മിച്ചിയോ കാക്കു എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞത്, ആസ്ട്രോണമർ, അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, എന്നാൽ അദ്ദേഹം സ്ട്രിംഗ് തിയറിയെ കുറിച്ച് വാദിക്കുന്നത് മറ്റൊരു തിയറിയാണ്. അത് നമ്മുടെ വിഷയമില്ലാത്ത കാരണം അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇന്നേ വരെ നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൊളിച്ചെഴുതേണ്ടതായിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തിരുത്തി പഠിപ്പിക്കേണ്ടതായിരിക്കുന്ന കാലം സംജാതമായി എന്നാണ് മിച്ചിയോ കാക്കു എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതും അദ്ദേഹം മാത്രമല്ല, മറ്റു പലരും ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, നമ്മൾ പഠിച്ചതെല്ലാം, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പഠിച്ചതെല്ലാം തിരുത്തേണ്ട സമയമായോ. അങ്ങനെയാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജെയിംസ് വെബ് ടെലസ്കോപ്പിൻ്റെ കണ്ടെത്തലുകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പലരും വിശ്വസിക്കുന്ന കാര്യം ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കാര്യമാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റിയിൽ 6 ദിവസം കൊണ്ട് ദൈവം പ്രപഞ്ചവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴാണ്, കോടാനുകോടി വർഷങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചം രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിശ്വാസത്തിന് എതിരായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് വിശ്വസിക്കും? സയൻസിൻ്റെ പുറകെ പോകുമോ, അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന ഈ ബിഗ് ബാങ്ങിൻ്റെ പുറകെ പോകുമോ, അതോ ഈ പറയുന്ന ബൈബിളിൽ പറയുന്ന കാര്യം വിശ്വസിക്കണമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവിടെയാണ് ഇതിന് വിമർശനം തുടങ്ങുന്നത്. നമുക്കറിയാം, ഈ ഒരു പൊട്ടിത്തെറിയിൽ നിന്ന് പെർഫെക്ഷൻ ഒന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു വീടിൻ്റെ പരിസരത്ത് വന്നൊരു ബോംബ് വീണ് കഴിഞ്ഞാൽ ആ വീട് നശിച്ചു പോകും എന്നുള്ളതല്ലാതെ ആ വീട് മാറിയിട്ടൊരു പുതിയ വീട് അവിടെ രൂപപ്പെട്ട് വരികയൊന്നുമില്ല. ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നിലവിലുണ്ടായിരുന്ന വീട് തകർന്നു പോയിട്ട് അതിൻ്റെ അപ്പുറത്തൊരു പുതിയ വീട് രൂപപ്പെടുമെന്ന് പറയുന്നത് പോലുള്ള മണ്ടത്തരമാണ് ഈ പറയുന്ന പ്രപഞ്ചം ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്തു, പൊട്ടിത്തെറിച്ചിട്ട് മനോഹരമായിരിക്കുന്ന ഗാലക്സികൾ, അതിലെ നക്ഷത്രങ്ങൾ, അതിലെ ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ മനോഹരമായിരിക്കുന്ന നമ്മുടെ ഭൂമി, ഇവയെല്ലാം ഉണ്ടായി എന്ന് പറയുന്നത്. ഇവയെല്ലാം ഉണ്ടായെന്ന് മാത്രമല്ല, ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, പ്രത്യേകമായിരിക്കുന്ന അതിൻ്റെ സ്റ്റാറിനെ എന്ത് ചെയ്തിരിക്കുന്നു, ഇതങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം സ്റ്റാറിനെ എന്ത് ചെയ്യുന്നുണ്ടിരിക്കുന്നു, ഗ്രഹങ്ങൾ കൃത്യമായ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മാറ്ററും എനർജിയും ഒക്കെ സംയോജിച്ച് സ്റ്റാർ ആകുന്നു. അത് മാത്രമല്ലാതെ ഈ സ്റ്റാറിനെ ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു, ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഗ്യാസ് ജയൻസ് ഉണ്ട്, അതുപോലെ തന്നെ സോളിഡ് സർഫേസ് ഉള്ള ഗ്രഹങ്ങളുണ്ട്. അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഇവയെല്ലാം എന്താണ്, ഉരുണ്ടിരിക്കുന്നതായിരിക്കുന്ന ഗ്രഹങ്ങൾ, ഇവയെല്ലാം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ മറ്റ് പല കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് പല സ്റ്റാറുകളും, അതുപോലെ തന്നെ ജയൻറ്റ് സ്റ്റാറുകളും, ഡ്വാർഫായിട്ടുള്ള സ്റ്റാറുകൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രപഞ്ചം ഈ പൊട്ടിത്തെറിയിൽ രൂപപ്പെട്ടു എന്ന് പറയുന്നത് എത്രയോ ബുദ്ധിശൂന്യതയാണെന്ന് നമുക്ക് തോന്നും. അത് ശരിയാണത്. നമ്മൾക്ക് ലോജിക് കൊണ്ട് നമുക്കിതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ലോജിക് ഉണ്ടെന്ന് പറയുന്ന ശാസ്ത്രകാരന്മാരെല്ലാവരും ഇതിൻ്റെ പുറകെയാണെന്നുള്ളതാണ് വാസ്തവം, ഒട്ടുമിക്കവരും. എന്നാൽ അവരാണ് ഇന്നതിനെ തിരുത്തി പറയാനായിട്ട് ഇടവരുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും ചിലർ ഇതിൻ്റെ കൂടെ ഇതിനെ വ്യാഖ്യാനിക്കാനും മറ്റുമൊക്കെ ശ്രമിക്കുന്നുണ്ട്.
കാരണം ഈ യൂണിവേഴ്സിറ്റികളിലെടുത്ത PhDകൾ മുഴുവൻ എന്ത് ചെയ്യും, വെറുതെ ആയി പോകും. ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള PhDകൾ മുഴുവൻ വെറുതെ ആയി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ജെയിംസ് വെബ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. പലതും അങ്ങനെ തിരുത്തണം. നമ്മളുടെ ഈ കോസ്മോളജിക്കൽ മോഡൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാറ്റേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് ജെയിംസ് വെബ് കാണിച്ചിരുന്നതായിരിക്കുന്ന കാര്യം. ജെയിംസ് വെബ് ടെലസ്കോപ്പിലൂടെ എടുത്ത ചിത്രങ്ങൾ നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ശാസ്ത്രകാരന്മാർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ എംപ്റ്റി സ്പേസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു എംപ്റ്റി സ്പേസ് പോലുള്ള ഫുൾ ഓഫ് ഗാലക്സീസ് എന്നാണ് പറയുന്നത്. മുഴുവൻ ഗാലക്സി കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമേൽ ഗാലക്സികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വിശാലമായിരിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രപഞ്ചം. ആ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്ന ഒരു സിംഗിൾ പോയിന്റിൽ നിന്നും ഊർജ്ജം പ്രവഹിക്കുന്നതിൻ്റെ ഊർജ്ജത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, അത് പെട്ടെന്ന് വികാസം പ്രാപിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതാണല്ലോ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം. എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഈ എക്സ്പാൻഡ് ചെയ്യുന്ന ഗാലക്സികളെല്ലാം കൂടി എന്താണ്, ചുരുങ്ങി അല്ലെങ്കിൽ അവ വന്നിങ്ങനെ ചേർന്നിരുന്നതായിരിക്കുന്ന ഒരു സിംഗിൾ പോയിന്റ് ഉണ്ടല്ലോ. ആ സിംഗിൾ പോയിന്റിലേക്കുള്ള ഊർജ്ജം അല്ലെങ്കിൽ ആ സിംഗിൾ പോയിന്റിനെ വികസിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഊർജ്ജ പ്രവാഹം അതുണ്ടായതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് അത് വികസിക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യം വരും, ആ ഊർജ്ജം എവിടെ നിന്നുണ്ടായി എന്നുള്ളത്. ആ ഊർജ്ജം എവിടെ നിന്നുണ്ടായെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇത് ഉണ്ടായെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നതെന്ന് പറഞ്ഞാൽ ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഊർജ്ജം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺട്രഡിക്ഷനാണ്. അത് നിലവിലുള്ള നിയമം, സയൻസിലെ നിയമത്തിന് എതിരാണ്, ലോ ഓഫ് തെർമോഡൈനാമിക്സിന് എതിരാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നിരന്തരം കാണുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് എൻട്രോപ്പി എന്ന് പറയുന്ന സംഭവം. നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഒരു ഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഷർട്ട് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളത് കളയേണ്ടതായിട്ട് വരും. കാര്യം എന്താ, അത് പഴകിപ്പോയി എന്നുള്ളതാണ്. വർഷം കഴിയുന്നാലേ കാലപ്പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് ഓരോ ദിവസവും മണിക്കൂറുകളും ചെല്ലുന്നതിനനുസരിച്ച് അത് പഴകിക്കൊണ്ടിരിക്കുകയാണ്. ഊർജ്ജ ശോഷണം സംഭവിക്കുന്നു. അത് ഷർട്ടിൻ്റെ കേസിൽ മാത്രമല്ല, മനുഷ്യൻ്റെ കേസിലും ജീവജാലങ്ങളുടെ കേസിലും ഒക്കെ അങ്ങനെ തന്നെയാണെന്ന് കാണാനായിട്ട് സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. നമ്മളുടെ സൂര്യൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ സൂര്യൻ ഇല്ലാതായി ഭൂമിയെ വിഴുങ്ങും എന്ന് പറയുന്ന ശാസ്ത്രകാരന്മാരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഈ സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ ഊർജ്ജ ശോഷണം എന്ത് ചെയ്യുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴേക്കും സൂര്യൻ നശിക്കും. സൂര്യൻ നശിച്ചു കഴിഞ്ഞാൽ അത് ജയൻ്റായിട്ട് നമ്മളെ എന്ത് ചെയ്യും, അത് വിഴുങ്ങും എന്ന് പറയുന്ന തലമുണ്ട്. അതുപോലെ തന്നെ മറ്റു പല തലത്തിലും പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഈ ഊർജ്ജ ശോഷണം സംഭവിക്കുന്നു. കാലപ്പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് ഊർജ്ജ ശോഷണം എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു. അത് 0 ആകുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്ട്രക്ഷനാണ് എന്ന് കാണാൻ കഴിയും. എൻട്രോപ്പി എന്ന് പറയുന്ന നിയമം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ആ നിയമത്തിനെതിരാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ബിഗ് ബാങ് പറയുന്നത് എന്താ, ഒരു പ്രത്യേക സമയത്ത് ഈ ഊർജ്ജപ്രവാഹത്തിൻ്റെ ഫലമായിട്ട് ഇത് വികസിക്കാനായിട്ട് തുടങ്ങി. വികസിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു, പെർഫെക്ഷൻ ഉണ്ടായി, ഓർഡർ ഉണ്ടായി എന്നാണ് പറയുന്നത്. പൊട്ടിത്തെറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഓർഡറിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ചിതറിപ്പോവുകയല്ലാതെ അത് കൂടി മറ്റൊരു മനോഹര സൗധമൊന്നും ആകാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ എന്നിരിക്കെ ഈ കാലപ്പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് ബിഗ് ബാങ് അനുസരിച്ച് ഈ ഗാലക്സികൾ രൂപപ്പെട്ടു, ഗാലക്സികളിൽ നക്ഷത്രങ്ങൾ രൂപപ്പെട്ടു, നക്ഷത്രങ്ങളെ വലയം വെക്കുന്ന ഗ്രഹങ്ങൾ രൂപപ്പെട്ടു, അവയ്ക്ക് കൃത്യമായിരിക്കുന്ന ഷേപ്പ് വന്നു. കാലപ്പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പുതുക്കം പ്രാപിച്ച് വരുന്ന ഒരു യൂണിവേഴ്സിനെ കുറിച്ചാണ് ബിഗ് ബാങ് പറയുന്നത്. അത് എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ട നിയമത്തിന് ഘടകവിരുദ്ധമാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അവിടെ തന്നെ അത് കോൺട്രഡിക്ടറിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നിയമമാണ്. എൻട്രോപ്പി എന്ന് പറയുന്നത് നിയമമാണ്, തെളിയിക്കപ്പെട്ടതാണ്, 100% സത്യമാണത്. എന്നാൽ ഈ പറയുന്ന ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ 100% സത്യമല്ല, അതിന് 100% എവിഡൻസ് കിട്ടിയിട്ടില്ല. ജെയിംസ് വെബ് ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ശാസ്ത്രകാരന്മാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന കാര്യമാണ്. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4% മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിവുള്ളതെന്ന് പറയുന്നത്. വെറും 4%. ബാക്കി 96% നമുക്ക് അജ്ഞമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രപഞ്ചം എത്രമാത്രം സങ്കീർണമാണ്, അതിൽ വെറും 4%, ആ 4%ത്തെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എന്നിരിക്കെ അങ്ങനെ ബലഹീനരായിരിക്കുന്ന നമ്മൾ ഈ 96% വിശാലമായി നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു പ്രപഞ്ചത്തെ നോക്കിയിട്ട് പറയുകയാണ് ദെർ ഈസ് നോ ഗോഡ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഇല്ല എന്ന് പറയുന്നത് എത്രയോ അർത്ഥശൂന്യമാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. അത് തന്നെ ലോജിക്കലി എന്താണ്, തെറ്റാണെന്ന് കാണാൻ സാധിക്കും. ഇത്രമേൽ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം മണ്ടത്തരം, അല്ലെങ്കിൽ അത് നമ്മളെ കാണിക്കുന്നത് നമ്മൾ എത്രമാത്രം മണ്ടന്മാരാണ് എന്നുള്ളതാണ്.